ഹലോ എവ്രി വൺ, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വൺ. ഇന്നത്തെ റെസിപ്പി ഒരു സ്ട്രോബെറി കേക്കാണ്. ഇത് വളരെ ഈസി ആയിട്ട് അടുപ്പിൽ വെച്ച് തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് സ്ട്രോബെറി എടുത്തൊന്ന് അരച്ചെടുക്കണം. ഇത് ഓൾമോസ്റ്റ് 250 ഗ്രാംസ് ഉണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ 1/2 കപ്പ് ഷുഗറും കൂടെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം. അതിലത്തെ വെള്ളം ഒന്ന് വറ്റണം. ഈ ഒരു പാകമാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകും. ഇനി നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ തേച്ച് കൊടുത്ത് ഒരു ബട്ടർ പേപ്പർ വയ്ക്കുക. അതിൻ്റെ പുറത്തിൽ കൂടെ ഒന്നും കൂടെ തേച്ച് കൊടുക്കുക. ഇനി 4 എഗ് യോക്ക് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ടേബിൾ സ്പൂൺ മിൽക്ക്, പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ സ്ട്രോബെറി ജാം, അത് തണുത്തപ്പോൾ കുറച്ച് കുറുകിയിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് സൈഡിൽ മാറ്റി വെച്ച് എഗ് വൈറ്റ് 4 എണ്ണം എടുക്കുക. അതിനകത്തേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ വേണം. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ എഗ് യോക്കിൻ്റെ മിക്സ്ചർ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടിട്ട് കുത്തി ഇളക്കരുത്. ചെറുതായിട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി ഇത് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത പോലെ ഫോൾഡ് ചെയ്ത് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ ബട്ടർ തേച്ച് വെച്ച ആ കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലത്തെ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി വലിയൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു ചെറിയ പാത്രം എന്തെങ്കിലും ഇറക്കി വെച്ച് നമ്മുടെ കേക്ക് ടിൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്ത് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഹോൾ ഉണ്ടാക്കുക. ഈ ആവിവെള്ളം താഴെ കേക്കിൻ്റെ മുകളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു 1 അവറിൻ്റെ അടുത്തൊന്ന് അടച്ചു വെച്ച് ബേക്ക് ചെയ്യുക. ഇടയ്ക്ക് ഇതൊരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കിയിട്ട് ആയോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇനി നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് 1 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് 1/2 കപ്പ് ഷുഗർ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇത് കുറച്ച് എക്സ്ട്രാ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. ഇനി ഇതിനകത്തേക്ക് വേണ്ട ഐസിങ് ഒന്ന് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ സ്ട്രോബെറി ജാം ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കേണ്ടി വരും. പൊടിച്ച പഞ്ചസാര 1/4 കപ്പ്, അത് മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഐസിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഒന്ന് ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തു. നമ്മൾ ആ സ്ട്രോബെറി ജാം ആഡ് ചെയ്യുന്നതുകൊണ്ട് നല്ല സ്ട്രോബെറി ഫ്ലേവറാണിതിന്.
കുറച്ച് സ്ട്രോബെറി സ്ലൈസ് ആക്കിയത് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് സ്ട്രോബെറി സോസ് കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മറ്റേ ലെയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഷുഗർ സിറപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. ഇനി കേക്കിൻ്റെ എല്ലാ സൈഡിലും വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ചും കൂടെ സ്ട്രോബെറി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്ട്രോബെറിയും കൂടെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ട്രോബെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.